മനുഷ്യരെ അട്ട പിടിക്കത്തുള്ളൂ. പിന്നെ നമ്മള് കണ്ടില്ല ഇത്. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പം ദേ ഞങ്ങൾ പണിക്കായിട്ട് ഇറങ്ങും. അപ്പം ദേ അപ്പം ഇഞ്ചിന് വെള്ളം ഒഴിക്കുന്നു. അല്ല, ഈ ഇഞ്ചിന് വെള്ളം ഒഴിക്കുന്നു, സോറി, പെട്രോൾ ഒഴിക്കുന്ന കേട്ടോ. ഞാൻ വേറൊരു ചിന്തയിൽ നിന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും കാണിക്കാനുണ്ട്. ഇത് കണ്ട, ഇത് പാമ്പിൻ്റെ പടമാണ് കേട്ടോ. പിന്നെ പാമ്പിൻ്റെ പടമാണ് ഇത്. നമ്മളെ മീനെടുക്കുന്ന ഈ ഷെഡിൻ്റെ അകത്ത് കിടന്നിട്ട് അപ്പൻ ഡ്രസ്സ് മാറാൻ പോയപ്പം അപ്പൻ കണ്ടതാണ്. അപ്പം അത് ഒന്ന് കാണിച്ചത്. ഇത് നമ്മളിത് മൂർക്കൻ്റെ കേട്ടോ, മൂർക്കൻ്റെ ആണത്. ഇങ്ങനെ ഡിസൈൻ ഇങ്ങനെ റൗണ്ട് വരുന്നത്. ഇത് കണ്ടോ, ഈ ഓ ഷേപ്പ് വരുന്നത്, റൗണ്ട് വരുന്നത്. ചേരയുടെ ആകുമ്പം ഡയമണ്ടായിട്ട് മാറും. ഇത് പാമ്പിൻ്റെ പടമാണ്. അപ്പോൾ ഇതേക്കണ പടം നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തോ എവിടെയെങ്കിലും കണ്ട ഇത് പാമ്പാണെന്ന് തിരിച്ചറിഞ്ഞോണം കേട്ടോ. ഞാൻ റൗണ്ട് ഇതുള്ളത് പാമ്പിൻ്റെ പടമാണ്. മറ്റേ ചേരയുടെ ആണെങ്കിൽ ഡയമണ്ടായിട്ടേ വരത്തുള്ളൂ, ഈ ഡയമണ്ട് മോഡലേ വരത്തുള്ളൂ. ഇത് പാമ്പിൻ്റെ, ഇത് നല്ല ഹെവി പാമ്പാണ് കേട്ടോ. അതെടുത്ത് വെച്ചിട്ട് അപ്പൻ്റെ പൊക്കം ഉണ്ടായിരുന്നു അല്ലേ? അപ്പൻ്റെ പൊക്കം ഉണ്ടായിരുന്നു, 5.5 അടി മേളി അത് വലിപ്പമുള്ളേ എന്ന് പറയുമ്പം. അതെന്നൊക്കെ പറയാൻ നേരത്ത് ഒറ്റ കൊച്ചിന് തന്നെ നമ്മുടെ സകല പരിപാടിയും തീർന്ന ടൈപ്പ് സാധനമാണ്. അപ്പോൾ ഞങ്ങൾ കയറുക. ഞങ്ങളിപ്പം കുറേ നാൾ കൂടിയപ്പോൾ ഒരാഴ്ച അല്ല അതിനും മേളിലാണ് പണിക്ക് കിട്ടി. ഇപ്പം ഞങ്ങളിപ്പം നമ്മുടെ എവിടെയാണ്, നമ്മളെ കുറേ അങ്ങോട്ട് മാറി പുന്നപ്ര കിഴക്ക്. നമ്മൾ ആ തോട്ടി എപ്പോഴും വല വെക്കുന്നത് നമുക്ക് സക്കറാണ് അവിടെ കൂടുതലും കണ്ടുവരുന്നത്. അപ്പം അവിടെ നമ്മളൊക്കെ ഒരു ചേട്ടൻ പറഞ്ഞ ഒരു കൂട് വെച്ചിട്ട് കുറേ പുള്ളിക്ക് കൂടുതലത് ചേറുമീനും അത് ഇതും എല്ലാം കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അങ്ങോട്ട് പോകും കേട്ടോ. ഈ കലം എടുക്കണോ? വേണ്ടല്ലോ. നമ്മളെ ഒരാഴ്ച ആയി പണിക്ക് പോയിട്ട്. അപ്പം ഞാൻ നമ്മളെ പെരപണിയും വാർപ്പുമായിട്ട്, പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് അപ്പനും വരുന്നില്ല. പിന്നെ ഞങ്ങൾ വിളിച്ച് ഇന്നാണ് കണക്ട് ചെയ്യുന്നത്. ഇന്ന് കണക്ട് ചെയ്ത് മഴ കുഴപ്പമില്ല, ആറ്റ് വെള്ളക്കുറവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇന്ന് ഇറങ്ങിയത്. ഇത് നമ്മുടെ പുറകേക്കാണ്. ഇതൊരു ദ്വീപാണ് കേട്ടോ. ഇത് കഴുന്നാക്കോട്ടയാണ്. അതാ ഇത് ആരും വെക്കാതെ കിടക്കുന്നത് കണ്ട. നമ്മുടെ പള്ളാത്തുരുത്തിയിൽ നിന്ന് തന്നെ 4 വള്ളങ്ങളുണ്ട്. ഈ 4 വള്ളത്തിൽ ആരും അത് വല വെക്കാത്തതെന്ന് പറഞ്ഞാൽ ഈ കഴുന്ന പെറ്റി കിടക്കുന്നതല്ല, കഴുന്നാക്കൂടാണ്. നമ്മൾ അവിടെ കയറി വെച്ച് കഴിഞ്ഞാൽ കഴുന്ന ഓടിച്ചിട്ട് കടിക്കും. കഴുന്നെന്ന് പറഞ്ഞാൽ ഈ നീർനായ ഉദ്ദേശം കേട്ടോ. ഇവിടെ കക്ക വാരിക്കൊണ്ടിരുന്ന അവരെ എല്ലാവരും ഓടിച്ചിട്ട് കടിക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മുടെ പള്ളാത്തുരുത്തിലെ വള്ളം തന്നെ കേട്ടോ. അപ്പുറത്തെ വാവത്തി എന്നും പറഞ്ഞൊരു അണ്ണനുണ്ട്. അണ്ണന് കക്ക വാരാൻ ഇറങ്ങിയപ്പം 3 കഴുന്ന ഓടിച്ചിട്ട് ആക്രമിച്ച്. കാരണം 36 സ്റ്റിച്ചുണ്ടായിരുന്നു. നമുക്കില്ല ആ മതിലിൻ്റെ അവിടെ ചെന്ന് അകത്തോട്ടുള്ള തോടാണ് നമ്മൾ കയറി പോകണം കേട്ടോ. ഇത് വെട്ടിക്കയറിപ്പാടോ, അതായത് ഇത് പുന്നപ്ര വരും. പുന്നപ്ര നേരെ കിഴക്ക് വെച്ചാണ് ഇത്. ഇനിയിപ്പോൾ നമ്മളിൽ അവിടം വഴി ഒരു തോട് അകത്തോട്ടുണ്ടല്ലോ, ആ മതിലിൻ്റെ എല്ലാം വരും. അതിൻ്റെ പടിഞ്ഞാററ്റം നമ്മളിപ്പം പോണ തോടെന്ന് പറയാൻ നേരത്ത് ബണ്ടാനം ആശുപത്രിയുടെ നേരെ കിഴക്കോട്ട് കിടക്കുന്ന തോടാണ്. അങ്ങോട്ടങ്ങ് പോകണം. ഇത് ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഇത് ആലപ്പുഴ കേട്ടോ, ആലപ്പുഴയാണ്. വലിയ മീനെന്തോ അവിടെ മറിഞ്ഞുണ്ടോ. ഇവിടെ മോട്ടർ ഓടുന്നുണ്ട്. ഇത് വെള്ളത്തിൻ്റെ മാറ്റം മാറ്റാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ വെള്ളം കലങ്ങുന്നതാണ്. വെള്ളം കലങ്ങി
മോട്ടർ ഓടിക്കുമ്പോഴേ ഈ പൊടിമീൻ ഇതിൻ്റെ ഈ തോട്ടിലേക്ക് കയറാനായിട്ട് വരും പൊടിമീൻ. അപ്പം വലിയ മീൻ അതിനെ ഭക്ഷിക്കാനായിട്ട് വരും. അതാ വലിയ മീൻ എന്താണോ പുറത്ത് കിടന്ന് മറിഞ്ഞത്. നമ്മളിങ്ങോട്ട് ഓടി വരുമ്പോഴേ ഒരുപാട് ചവറ് നമ്മൾ കാണുന്നുണ്ട്. അതായത് സൈഡ് ആറിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ചവറുണ്ട്. നമുക്ക് എല്ലാ ചവറിനും നമുക്ക് വല വെക്കാൻ പറ്റത്തില്ല. വല വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഈ കല്ലുകെട്ടൊക്കെ ഇല്ലാത്ത ഇതേക്കണേ കല്ലുകെട്ടൊക്കെ ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ ഈടിടിയും. ഒരുപാട് വള്ളവും ബോട്ടും ഒക്കെ ഓടിപ്പോണത് കൊണ്ട് ഓളം വന്നേച്ച് ഇതേക്കണക്ക് ഇടിഞ്ഞ് താഴത്തോട്ട് പോകും. അങ്ങനെ ഈട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ആറ്റ് സൈഡിലൊക്കെ ഇതേക്കണക്കത്തെ പുല്ലൊക്കെ അവർ ഈ ഒഴുകി വരുന്ന പിടിച്ച് കെട്ടിയിടുന്നത്. അപ്പം നമുക്ക് കാണുന്ന എല്ലാ ചവറിനും പോയി നമുക്ക് വല വെക്കാൻ പറ്റത്തില്ല. അതൊക്കെ അവർ പിടിച്ച് കെട്ടിയിട്ട് അവരുടെ ഈട് സംരക്ഷണമായിട്ട് അവർ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്ന ചവറായിരിക്കും. ഇതേപ്പോൾ ഇവിടുന്ന് ബൈക്ക് പോക്ക് ശലം റിസ്ക് ആകത്തില്ല. ആ മോട്ടറിൻ്റെ അപ്പുറത്തുനിന്നേ ഉള്ളു റോഡ് അങ്ങോട്ട്. നമ്മളെ ഇപ്പം ഈ പുഞ്ചപ്പാടത്ത് വന്ന് ഇറങ്ങി കേട്ടോ. നമ്മളിവിടെ ഇല്ലേ, ഇതിൻ്റെ അങ്ങേ അറ്റമായിട്ടൊരു വിരിവുണ്ട്, വലിയൊരു വീതിയുള്ളൊരു സ്ഥലം. ഇത് ആദ്യം പറ്റുന്നതിൻ്റെ അകത്തു നിന്ന് ആഫ്രിക്കൻ മുഷിയും കാരിയും ചെമ്പല്ലിയും വരാലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് പറ്റിയത് കാരണം ഒന്ന് ഇറങ്ങി നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തായിരിക്കും നോക്കുന്നത്. നമ്മൾ അങ്ങനെ നടന്ന് ഇവിടെ വന്നിതാ ഞാൻ പറഞ്ഞ വിരിവായിട്ട്. മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിരിവിനാണ് വന്ന് തങ്ങുന്നത്. ഇവിടെ ഒരു കുഴി പോലെ ഒരെണ്ണം കാണുന്നുണ്ട്. അത് സിലോപ്പിയുടെ തടവാണ് കേട്ടോ. സിലോപ്പി തടവടിച്ചിരിക്കുന്ന അങ്ങനെ വട്ടം കുഴിയായിരിക്കും. ഈ തോട്ടിൽ നല്ല മറച്ചിലുണ്ട്, നോക്കിക്കോണേ. ഇതിൽ ആ ചവറിൻ്റെ ഒക്കെ മറിയുന്നത് കാണാം. മീൻ മറിയുന്ന കാണാം. കണ്ട ഈ തോട്ടിൽ ഇവിടുന്ന് നമ്മൾ ശരി വാളയും ശരി ചേറുമീനും പിടിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. നമുക്ക് ചിലപ്പോൾ ഇതായിരിക്കും നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇത് നല്ല അനങ്ങുന്ന അനക്കുന്നുണ്ട്. അങ്ങോട്ട് മറിക്കുന്ന എല്ലാം സക്കറ് തന്നെയാണ് കേട്ടോ. ഒന്നുമൊറ്റ സിലോപ്പിയും ഉണ്ടായിരുന്നു ഈ തോട്ടി അല്ലേ അപ്പം? ഒന്നുമൊറ്റം സിലോപ്പിയും ഉണ്ടായിരുന്നു ഈ തോട്ടി കേട്ടോ. ഇനിയിപ്പം എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. മഴയാണ് ഇങ്ങോട്ടൊന്ന് വലിച്ച് തിരിച്ചിട്ട് വേണം നമുക്കതിനെ ഇറക്കാനായിട്ട്. ആണോ വിഷം കലക്കല്ലേ? നമ്മുടെ ഈ വെട്ടിക്കേരിപ്പാടത്ത് വിഷം കലക്കി. ഇതിൻ്റെ അത് മൊത്തം സിലോപ്പിയായിരുന്നു. സിലോപ്പിയും വാളയെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഡ്രൈവർ സാറായത് മോട്ടർ ഓടിക്കുന്നത്. പുള്ളി പറയുമായിരുന്നു അവിടെ മൊത്തം കലക്കി, വിഷം കലക്കി മീൻ മൊത്തം ചത്തു പൊങ്ങി. ആ അതെ. നമ്മുടെ ഈ മേൽവശം ഇതാ മേൽക്കൈ. ഇത് നമ്മൾ പോളയുടെ പുറത്തിടും. നമ്മളത് ഈ ഇത് കണ്ട ഇതാണ് അടിവലയെന്ന് പറഞ്ഞത്. ഇത് നമ്മൾ ഈയത്തിന് പകരം ഇട്ടിരിക്കുന്നത്, മണിക്ക് പകരം ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ ചെളി താക്കും. അതായത് ഇങ്ങനെ ഈ പോളപ്പറ്റ നേരെ പോയിട്ട് ഇത് താത്ത് വെക്കും. ഇത് നമ്മൾ വാളയോ മറ്റു ചാടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാടിപ്പോകാതിരിക്കാൻ നമ്മൾ ഇതേക്കണക്ക് പോളയുടെ മേളിലേക്ക് ഇട്ടിങ്ങനെ ഒന്ന് പോകും. അതാണ് നമ്മുടെ ഈ ഒതുക്കുവലയുടെ പണിയെന്ന് പറയുന്നത്. അതാകട്ടെ. അപ്പോൾ എല്ലാവരും ഓർക്കും ഈ വല അടിയിലെ പരിപാടി എങ്ങനെയാണെന്ന് അറിയാൻ മേല. അതാ ഇത് ഒന്ന് പറഞ്ഞത് കേട്ടോ. നമ്മളെ കുറച്ച് വല ഇറക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചൊന്ന് കൊടുക്കണം, വലയൊന്ന് നേരെയാകാൻ വേണ്ടി. അതേ കണക്കിന് അടിയും ഒന്ന് വലിച്ചെടുക്കണം.
ഇപ്പം നമ്മൾ അടി വെയിറ്റ് ഇപ്പം നിലത്ത് അവിടെയൊക്കെ നിലത്ത് മുട്ടിക്കിടക്കുമായിരിക്കും. ഈ വെയിറ്റ് താഴത്തി ഒന്ന് മുട്ടിക്കിടന്നോളൂ. അത് കഴിഞ്ഞാൽ അത് നമ്മൾ ചെളിയിലേക്ക് ചവിട്ടി താക്കും. നമ്മളെ ഈ ആള് നമ്മൾ കുറവായത് കൊണ്ടാണ് നമ്മൾ വെള്ളം നിർത്തിയിട്ടേച്ചും ഇതിങ്ങനെ ഇറക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ ഒരാളിങ്ങനെ വെള്ളം ഊന്നി അങ്ങോട്ട് പോകാൻ നേരത്ത് ഒരാൾക്ക് ഇറക്കി കൊടുക്കാം. നമ്മൾ വലയെല്ലാം അവിടെ കുത്തി കേട്ടോ. നമ്മളെ കുത്തി ഇനിയിപ്പം പരിപാടി തുടങ്ങാൻ പോവുക. ഇവിടെ നമ്മളിൽ അങ്ങ് ഇരിക്കുന്ന മരം കണ്ട, ആ മരം വരെയാണ് നമ്മൾ ഉള്ളുമ്പലിൽ ആ മരത്തിൻ്റെ അവിടെ നിൽക്കുന്നത്. ഇവിടുന്ന് അങ്ങ് വരെ നമുക്ക് പണിത് പോകാം. അപ്പോൾ ഐശ്വര്യമായിട്ട് ഇറങ്ങും കേട്ടോ. ഒരാഴ്ചത്തെ പരിപാടിക്ക് ശേഷം ആണ് ഇറങ്ങുന്നത്. അപ്പം നമുക്ക് രണ്ടുപേർക്കും ഓരോ അത്യാവശ്യം ഉള്ളതുകൊണ്ടായിരുന്നു പോകാമായിരുന്നു. അതുകൂടാതെ മഴയായിരുന്നു. മഴയാണ് മെയിൻ കാര്യം. മഴ പിന്നെ മഴ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ 2 ദിവസത്തേക്ക് വരത്തില്ലായിരുന്നു. കാരണം നമ്മുടെ പെരയുടെ വർക്കൊക്കെ നടക്കുവാണ്. അപ്പോൾ എന്തൊക്കെയാലും ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് നമ്മുടെ ഫിഷിങ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മളിപ്പോൾ ഓരോ ഒതുക്ക് കഴിഞ്ഞു കേട്ടോ. നമ്മളിപ്പോൾ എന്താ ഇവിടുന്ന് അമ്പലമ്പലം നമ്മൾ പല ഒതുക്കിയിരിക്കും. ഇത്രയും ഭാഗത്തെ ചവറൊക്കെ നമ്മൾ മാറ്റി ചവറം കുഴി പോയി. അപ്പോൾ നമുക്ക് ഇപ്പം ഒരെണ്ണം കിട്ടിയത് ഇതാകട്ടെ. വാള എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റുകൊമ്പനല്ല, ഇത് മറ്റേ ആന്ധ്രാവാള കേട്ടോ. വളത്തുവാള, ഈ കൂരുവാളയെന്ന് പറയും, അതാണ് ഇത്. ഇത് നമുക്കൊരു കിലോ 150 രൂപ. 150 രൂപ. പിന്നെ മീനില്ലാത്ത സമയത്ത് നമുക്ക് 200 രൂപ കൊടുക്കാം. 100 രൂപയ്ക്കും കൊടുക്കും ഇത് കിലോ. ആ റേഞ്ച് ആ വിലയാണ്. ഇത് എന്നാണോ ഇപ്പോൾ 1 കിലോ ഉണ്ടോ? അപ്പം 1 കിലോ ഉണ്ട് കേട്ടോ. 1 കിലോ വലിപ്പമുള്ള. ഇത് ഓടി നമ്മുടെ കൈക്ക് വന്നപ്പോഴേ ഇത് കണ്ട് ഇവിടെ കണ്ടു. ഇവിടെ മുറിവ്, ഇവിടെ ചോര പൊടിഞ്ഞത്. പിന്നെ ഈ കൊമ്പൊടിച്ചത് ഇല്ലെങ്കിൽ പിന്നെ അടിക്കാൻ നേരത്ത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഇത് മറ്റേ അങ്ങനെ കാല് കുത്തുന്ന കണക്കൊന്നും ഓടിച്ച് കുത്തത്തില്ല. എന്നാലും കൊണ്ട അസ്ത്രം പോലെ കയറും. ഓരോ ഒതുക്കണ കഴിഞ്ഞാൽ നമ്മൾ ഉള്ളുമ്പല കറങ്ങും. ആ ഉള്ളുമ്പലയാണ് അങ്ങേറ്റവും. നമ്മുടെ ഹെലികോപ്റ്റർ മീൻ 100 കണക്കിന് മീൻ കാണും കേട്ടോ. ആരും ഹെലികോപ്റ്റർ മീൻ കാണണമെന്ന് താല്പര്യമുള്ളവർ ലാസ്റ്റ് വരെ ഇരുന്നോളും. സ്കിപ്പ് ചെയ്ത് പോയാൽ നമ്മളെ പരിപാടി എന്താണെന്ന് പോലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. സ്കിപ്പ് ചെയ്ത് പോകുന്നവർ ചിലപ്പോൾ നമ്മൾ ഉള്ളുമ്പല വന്ന് മീനെടുക്കുന്ന മാത്രമാണ് കാണുന്നത്. അപ്പം നമ്മൾ ഇത്രയും നീളം പണിത കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല. അവർ വിചാരിക്കും ഒരു ചെറിയ ചവറിന് വെക്കുമ്പോഴാണ് ഇത്രയും മീൻ കിട്ടുന്നതെന്നുള്ള ധാരണ ഉള്ളവരുണ്ട്. പക്ഷെ നമ്മുടെ പണി ആദ്യം മുതൽ കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ നമ്മൾ എന്തുമാത്രം പെടാപ്പാട് പെട്ടിട്ടാണ് നമ്മുടെ ഉള്ളുമ്പലയ്ക്ക് അത്രയും മീൻ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം കഴിവതും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളിനി ഈ ചവറ് വെട്ടി മാറ്റിക്കൊണ്ട് ആ ഉള്ളുമ്പലയുടെ എല്ലാം അങ്ങ് വരെ നമ്മൾ കൊണ്ടുപോകും. നമ്മളാരെങ്കിലും കരയ്ക്ക് കൊണ്ടുപോകുമ്പം തന്നെയാണെന്ന് പറഞ്ഞാലും ജീവനോടെ കിടന്നാലേ നമുക്ക് മേടിക്കുന്നവർക്ക് ഒരു മനസ്സിനൊരു സംതൃപ്തി വരത്തുള്ളൂ. കൊടുക്കുന്നത് നമുക്ക് ജീവനോടെ കിടന്നാൽ നമുക്കിപ്പം നമ്മൾ 200 ചോദിച്ചാലും ഒന്നും ഒരു മിണ്ടത്തില്ല, തരും. പക്ഷെ ചത്ത് കഴിഞ്ഞാൽ അത് 200 പറഞ്ഞാൽ 200 ഉണ്ടോ 100 തരാമെന്നൊക്കെ പറഞ്ഞ് വില പേശും. പക്ഷെ ജീവനോടെ ആണെങ്കിൽ മേടിക്കുന്ന അവർക്കും ഒരു സന്തോഷം, കൊടുക്കുന്ന നമുക്കും ഒരു സന്തോഷം. അതാണ് ഇപ്പോഴേ ഇത് ചത്തുപോയാലേ നമ്മൾ ഈ പണിയൊക്കെ കഴിഞ്ഞ് വലയെല്ലാം കുടഞ്ഞു പോകാൻ, ഈ വലയെല്ലാം അങ്ങ് വരെ കിടക്കുന്നുണ്ട്. ഈ വലയെല്ലാം കുടഞ്ഞു പോകാൻ നേരത്ത് ഒരുപാട് സമയമാവും. അപ്പോൾ ഇതൊരുമാതിരി മരം പോലെയാവും. ഇപ്പോൾ എടുത്ത് നമ്മൾ വലത്തിൽ ഇട്ടാലുള്ള കാര്യമാണ് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അതിപ്പം നമ്മൾ വലയെല്ലാം കുടഞ്ഞു കഴിഞ്ഞാൽ ചാകുന്നതിനും കുഴപ്പമില്ല. അത് നല്ല റെഡിയായിട്ട് കിടന്നു. നമ്മൾ ഇവിടുന്ന് ഒരു ഒതുക്കൊതുക്കി നമ്മുടെ ഉള്ളുമ്പലയുടെ അങ്ങോട്ട് വെച്ച് കേട്ടോ. ഉള്ളുമ്പല അവിടെ കരക്ക് വെച്ചു. ഉള്ളുമ്പല കരക്കോട്ട് എത്തിയില്ല, ആയില്ല. ഈ കടവലയാണ് കുറച്ച് ഭാഗം. എന്നാലും ഉള്ളുമ്പല ഇപ്പം കറങ്ങി നിൽക്കുക. അപ്പം നമുക്കിത് ഇപ്പം കിട്ടിയ കേട്ടോ.
ഒരു ചേർമീൻ. ഇവനെ നമ്മളിപ്പോൾ ഓടിച്ചു കേട്ടാ, ചേണ്ട ഓടിച്ചു വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ജീവനോടെ കിടക്കുമ്പോഴാണ് നമുക്ക് വില കിട്ടുന്നത്. ഈ ചേർമീൻ നമുക്ക് ചത്താലും ജീവനോടെ കൊണ്ടുവന്നാലും ഒരു വിലയെ കിട്ടത്തുള്ളൂ. അവിടെ നമ്മൾ മോഹൻലാലാക്കിയിരിക്കുക. ഇവിടം ഒടിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ പെടൽ നമ്മളിങ്ങനെ ഒടിക്കും. ഒടിച്ചു കഴിഞ്ഞാൽ ഒടിഞ്ഞ് കിടന്നോളും. കുറേ നേരം ആ ചെറിയ ജീവനും വെച്ച് കുറേ നേരം കിടന്നോളും. നമ്മൾ ഒടിക്കാതെ വെള്ളത്തിൽ ഇട്ടാൽ പെട്ടെന്ന് ചത്തുപോകും. അതിൻ്റെ അകത്ത് എന്തോ കാര്യമായിട്ട് വെട്ടുന്നു. ചക്കറാണോ? അപ്പം ചക്കറാണോ? ചേറുമീനൊക്കെ ഇതാക്കണത് നല്ല ഉണ്ടല്ലേ. ഗുഹ പോലെ ഇരുന്നുണ്ട്. അതിൻ്റെതൊക്കെ കയറി അറിയത്തുമില്ല. നമ്മൾ കൈയിട്ട് തപ്പി നോക്കിയായിരുന്നു. ആ നമ്മുടെ ഉള്ളമ്പല ഇവിടെ എന്തോ ഇങ്ങനെ കൂരിവാളയാണ് എന്തോ ഇങ്ങനെ കുടിക്കുന്ന പോലെ നമുക്ക് ഇത് സൗണ്ട് കേൾക്കാം കേട്ടോ. സക്കറ് അടിച്ചാലും അങ്ങനെ തന്നെയാണ് കേൾക്കുന്നു. നമ്മളിപ്പോൾ പുറകെ നമ്മൾ പലത് ഇത് തന്നെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. മീൻവെല്ലാം വന്നാൽ ഇങ്ങോട്ടൊന്ന് മാറി നിൽക്കാനായിട്ട്. ആ കെട്ടഴിച്ച് വിട്ടില്ലെങ്കിലേ നമ്മുടെ വല ഇങ്ങോട്ടൊന്നും ചേരത്തില്ല, അടിവല. അത് കാരണം അതൊന്ന് അഴിച്ചു വിടാൻ വേണ്ടി പോകും. ഇതുണ്ടല്ല അവിടെ ചക്കര വന്നു. കമ്പേന്ന് പിന്നെ ഊരി പൊക്കോളുമല്ലോ. കമ്പേന്ന് ഊരി പൊക്കോളും നമ്മൾ. ഇവിടെ നമ്മളിങ്ങനെ വല കെട്ടിക്കുന്നുണ്ട്. ഇല്ല അവിടുത്തെ അടിഭാഗം നമ്മളിങ്ങോട്ട് ചരിച്ച് ഇങ്ങോട്ട് വലിച്ച് കയറ്റാൻ നേരത്ത് ആ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞിങ്ങനെ ഉള്ളുമ്പല നമുക്ക് കല്ലിൽ അടുപ്പിക്കും. അപ്പം ആ അടുപ്പിക്കാൻ പറ്റാത്ത കൈ പിടിക്കണം. അപ്പം പൊക്കിയ ഇവിടെ പൂള പിടിച്ച് മേലോട്ട് പൊക്കി. ഇനിയിപ്പം നമ്മുടെ ഈ വലയില മൊത്തവും അങ്ങ് എടുക്കുക കേട്ടോ. ഈ ചവറ് നമ്മൾ മൊത്തം അങ്ങ് മാറ്റുക. നമ്മൾ ഒരുപാട് നീളമുള്ളപ്പോൾ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ പണിത് വരാറുള്ളൂ. ഒറ്റയടിക്ക് നമ്മൾ മൊത്തം പോളയും മാറ്റിയ മീൻ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ മേലാതെ പിടിച്ചിടിച്ച് കിടക്കും. ഇത് നമ്മൾ കുറച്ച് പോള കളഞ്ഞ് അപ്പം അപ്പുറത്തെ മീൻ ഇപ്പുറത്തോട്ട് വരും. അത് കഴിയുമ്പം കുറച്ച് പോള മാറ്റി കഴിയുമ്പോൾ ഇവിടെ നിൽക്കുന്ന മീൻ അങ്ങോട്ട് മാറും. അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ലാസ്റ്റ് നമ്മളിപ്പോൾ ഉള്ളുമ്പലയാക്കി നിർത്തിയിരിക്കും. ഉള്ളുമ്പലത് ഇവിടെ ഒരു ഏടലുണ്ട്. ഇതിവിടെ അവിടെ അങ്ങോട്ടാണ് നമ്മുടെ ഉള്ളു, ഇങ്ങോട്ട് നമ്മുടെ തടവലയാണ്. ഇങ്ങോട്ട് തടവലയെന്ന് പറയാൻ നേരത്ത് നമുക്ക് ഇങ്ങോട്ടൊരു 2 മാറ് 3 മാറ്. ഈ മാറ് കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമല്ലെന്നറിയാം. എന്തോ ഒരു വരാല എന്തോ മറിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഇല്ല, തുഴഞ്ഞില്ല. അവിടെ ഒരു മാറെന്ന് പറയുന്നത് 1.5 മീറ്റർ ആട്ടോ. അതായത് ഈ എൻ്റെ പൊക്കം തന്നെ ആയിരിക്കും. എൻ്റെ ഒരു മാറെന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് ഹൈറ്റ് ഉണ്ടോ ആ ഒരു ഹൈറ്റാണ് എൻ്റെ ഒരു മാറെന്ന് പറയുന്നത്. നമ്മൾ 2 കൈയും ഇങ്ങനെ വിരിച്ച് വെച്ച് നോക്കുന്നതാണ് ഒരു മാറെന്ന് പറയുന്നത്. അപ്പം ഞാനൊരു മാറെടുത്ത അവിടെ എന്തോ മറിയുന്നുണ്ട്. ഒരു 1.5 മീറ്റർ നീളമുണ്ട് ഒരു മാറെന്ന് പറയുന്നത്. എന്ന് പറയുന്നത് നമുക്ക് ഈ തടവലയ്ക്ക് നമ്മളിട്ടിരിക്കുന്ന 2.5 മാറ് 3 മാറ് വലയാണ് ഈ തടവലയ്ക്ക്. അവിടുന്ന് അങ്ങോട്ട് നമ്മളിട്ടിരിക്കുന്ന 9 മാറ് 8 മാറ് ഉള്ള വല ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടിരിക്കുക. അതാണ് നമ്മുടെ ഉള്ളുമ്പല. എന്നാപ്പാ എല്ലാം കൂടെ കക്കറ. നമ്മുടെ ഫസ്റ്റ് മുറി എടുക്കാൻ പോവുക കേട്ടോ. ഇത് ശകലം ഊളിച്ച് പറയുന്ന നമ്മുടെ ക്യാമറയ്ക്ക് മുറിച്ച കേട്ടോ. അപ്പം കൂരുവാള കൂരുവാളയാണ്.
അങ്ങനെ കൂട്ടാ ഓരോ വല അടിച്ചടിച്ചടിച്ചത്. ആ ഒരു വല ഇവിടെ കിടക്കും. ആ എല്ലാ വലയിലും കൂടെ കുരുങ്ങും. ഈ കൂരുവാളം നമ്മുടെ ഈ വലയിലൊക്കെ കുരുങ്ങിയല്ല നമ്മളെ കണ്ണി പെട്ടെന്ന് പൊട്ടിപ്പോവും. രണ്ട് ഊരുവാള കയറിയല്ലേ, ഒരു വരാൽ, ഇത് വരാൽ പടപ്പ കലയും ഇങ്ങോട്ട് പടപ്പ ചേർമി. അക്കറ് വല കിടക്കുക. എടുത്തങ്ങ് എറിഞ്ഞാണുള്ള ഉള്ളത്. ഓരോന്ന് പറഞ്ഞെടുക്കണ്ട, എല്ലാ പോലെ അവിടെ മറിക്കാം. ഒരു വളയുണ്ട് സക്കറും. ഓക്കെ ഓക്കെ. രണ്ട് കുരുവ ഒരാൾക്കെല്ലാം എല്ലാം ചെറുപ്പമല്ലോ. അപ്പുറത്തോട്ടിടാനോ അകത്തിടാനോ? അകത്തോട്ട് വിടാം അല്ലേ?
ചെറിക്കോസ് ഒരുപാട് അല്ല കൊമ്പെല്ലാം കീറി ഉടക്കി നാശമായി. ഞാൻ അങ്ങോട്ട് വെച്ച് ഓടിക്കട്ടെ. അപ്പം പയ്യെ കയറ്റി. അതെ അതെ അതെ, ചേർമീൻ കണ്ടില്ല. ചേർമീൻ ഇപ്പം വന്നു. നോക്കിക്കാം, 2 ചേർമീനെ കണ്ട്. എന്താ പൊക്കി വെക്കാന്നോ? അപ്പുറത്തന്നെ. അപ്പം ചക്കറായിരുന്നു. കൊല്ലില്ല, അവിടെ ഉണ്ടോ നോക്കി. കിടക്കുന്ന മീൻ കിടക്കുന്നത് ഇങ്ങോട്ട് കിടക്കും. മീൻ കിടക്കുന്ന കിരുത്തിയാണപ്പം. ഞാൻ ഇതിനകത്തിടാ. ഇതിനകത്തില്ല. വളർത്താണ്. ഞാൻ മീനങ്ങനെ തട്ടിയെടുത്തപ്പോൾ മീൻ ചക്കര മീനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ കാര് കലത്തി ഇട്ടേക്കാണ്.
ഇതിനകത്ത് 2 വരാലുണ്ടായിരുന്നു. മൊത്തം എല്ലാം ഫസ്റ്ററല്ലേ ഇപ്പോൾ. ചീരമീനുകളെ ഇല്ല എന്തായാലും നമുക്ക് ആ കൈക്ക് കിട്ടിയുള്ളൂ ചീര അല്ലേ. കൈക്ക് കിട്ടിയ ചീരമീൻ ഒരുമാതിരി വലുതാ. എന്തുമാത്രമാണെന്ന് നോക്കി രക്ഷയില്ലാതെ എറിഞ്ഞ് ചെറുതല്ല വലുതുണ്ടോ അപ്പം. കലത്തിലൊരു 3 വരാല് കിടപ്പുണ്ട്. 3 വരാല് ചെറുതാ, വലിയ വലിപ്പമൊന്നുമില്ല. അതെ ഒരെണ്ണേ ഉള്ളൂ വലുത്. നമുക്ക് ഇനി ഇവിടുന്ന് ഇനിയിപ്പം വലയെല്ലാം കഴുകാനല്ല. കൂരുവാള 1 2 3 4 5 6 7 8 കൂരുവാളയും 4 ചേറുമീനും. 1 2 3 4 8 കൂരുവാളയും 4 കിട്ടിയത്. അപ്പം ഈ വീഡിയോ ഇവിടെ അപ്പാപ്പിയുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പാപ്പിയെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. പിന്നെ നമ്മൾ കണ്ടില്ല ഇത് നോക്കിയാൽ ജാമ്പുണ്ടെങ്കിൽ അങ്ങോട്ട് വെച്ചാൽ മതി അല്ലേ. അപ്പം തൊണ്ടട്ടെ വെറുതെ പോലും ഇല്ലല്ലോ. വലിപ്പം നോക്കി നമ്മളെ ഇതിപ്പോ ഒരുപാട് ബ്ലഡ് കുടിച്ചാണ് കേട്ടോ. ഇതിപ്പോ ഒരുപാട് ബ്ലഡ് കുടിച്ചാണ്. ഇതാണ് അട്ട. നമ്മുടെ വെള്ളത്തിലെ അട്ടയായി കണ്ട. അട്ട മനുഷ്യരെ പിടിക്കത്തുള്ളൂ. അട്ട മനുഷ്യരെ പിടിക്കത്തുള്ളൂ. നമ്മുടെ ആ കുപ്പിക്കകത്ത് ഒരു ശകലം പെട്രോൾ ഒഴിച്ച് അവനെ സെറ്റ് ചെയ്യുക അല്ലേ. മീനൊന്ന് ക്ലിയർ ആക്കണം. അല്ലെങ്കിൽ ഈ അഴുക്കിൻ്റെ അകത്ത് കിടന്നാലേ ഈ മീൻ പെട്ടെന്ന് വെളുക്കുകയും ചെയ്യും. നമ്മളൊരു കൂരുവാളേനെ കിട്ടുമ്പോൾ ഇങ്ങനെ വാലയിലേ തൂക്കാവുള്ളൂ. ഇങ്ങനെ വാല തൂക്കി പിടിച്ചാൽ നമ്മളെ കൈക്ക് നിൽക്കും. നമുക്ക് ആദ്യം കിട്ടിയ കക്ഷത്തി കൊള്ളാം. കണ്ടില്ലേ അട്ട മനുഷ്യരെ അട്ട പിടിക്കത്തുള്ള. ഞങ്ങളെപ്പോഴും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കൈക്ക് മാന്തിയാണ് എടുക്കുന്നത് കേട്ടാ. നമ്മൾ ഈ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ. നമുക്ക് ആ സമയത്ത് നമുക്ക് ഈ പറയുന്ന കണക്ക് ഇപ്പം നിങ്ങൾ പറയാൻ ചില സോപ്പ് പൊടി അതേമ്പുന്ന ആളൊക്കെ വെക്കാൻ പറയും. ഈ സമയത്ത് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ കൈക്ക് തന്നെ ഈ മാന്തുന്നത്. ഇതിൽ അത് തന്നെ അട്ട പിടിച്ച പാടാ. അതേ ഇതും ഇത് തന്നെ ഈ പാടും ഇതും പിന്നെ കൈ വേറെ ഉണ്ടോപ്പാ. പുറംതിരിഞ്ഞിരിക്കുക ഞാൻ നോക്കാം. ആ ഇല്ലപ്പാ വേണ്ട പിന്നെ എന്നാ എടുക്കുന്നത്. വെള്ളത്തിൽ ഇടുന്നില്ല, പെട്രോൾ ഒഴിച്ച്
സാറേ പെട്രോൾ അങ്ങോട്ട് ഒഴുക്കി റെഡിയായി. പെട്രോളിനകത്തിട്ട് കക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, പപ്പയാണ്. അപ്പോൾ നമ്മളെ പണി കഴിഞ്ഞെല്ലാം ഇറങ്ങി കേട്ടോ. പണി കഴിഞ്ഞ് നമ്മൾ ആ തോട്ടിൽ നിന്ന് ഇറങ്ങി. നമുക്കപ്പോൾ കിട്ടിയ മീനെന്ന് പറഞ്ഞാൽ ഈ കൂരുവാള ഇത് 2 കാര്യമുണ്ട്. 2 കാരി. പിന്നെ ഇത് അത് കളഞ്ഞേക്കാം. ഇത് ഒരു ചെറിയ ചെമ്പല്ലിയായിട്ട് അത് ഉള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അത് ഇടുന്നത്. അത് പിന്നെ നമ്മളത് കൂരിവാള 1 2 3 4 5 6 7 8 9 10 11 12 കൂരുവാളയും ചേറുമീനുകളെ 12 എണ്ണം. അവിടുത്തെ 4 ചേറുമീൻ കേട്ടോ. ഇത് 1 2 3 4. പിന്നെ നമുക്ക് സക്കർ 4 സക്കർ. പിന്നെ നമുക്ക് നമ്മുടെ ഈ കലത്തി ഒരു 3 വരാൽ കിടപ്പുണ്ട്. ഈ കലത്തി അതാണിന്ന് നമുക്ക് കിട്ടിയ മീൻ. അപ്പം നമ്മൾ പള്ളാത്തുരുത്തിക്ക് പോകും. അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് നമ്മൾ പള്ളാത്തുരുത്തിക്കായിട്ട് മിക്കവാറും അച്ചായനായിരിക്കും കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ പള്ളാത്തുരുത്തിലേക്ക് പോവുക. അപ്പം നമ്മൾ ഈ 4 സക്കർ എടുത്ത് മാറ്റിയത്. ഈ 4 സക്കർ എടുത്ത് മാറ്റിയത് നമുക്ക് ഇന്നൊന്ന് അവനെ ഒന്ന് ഫ്രൈ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും കണ്ടൊക്കെ ചോദിക്കും. അപ്പോൾ ഇന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അതെടുത്ത് മാറ്റിയത് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളാത്തുരുത്തിക്ക് പോവുക.